قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله يا نبي نرى منك وصفات حسنات إننا نرجو بك ما فاز في الجنة يا نبي نرى منك وصفات حسنات إننا نرجو بك ما فاز في الجنة نشهد محمد رسول الله نشهد محمد رسول الله أنت حبيب الله أنت رسول الله أنت حبيب الله أنت رسول الله أنت شفيع الله قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر بشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് പാലിച്ച് അവൻ്റെ മുഖറബുകളായ അടിമകളായി ജീവിക്കാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങൾക്ക് നാം സാക്ഷിയാകാറുണ്ട്. പല ഒരുമിച്ച് കൂടലുകളും പല സംഘങ്ങളും പല സമ്മേളനങ്ങളും പലതും ഉണ്ടാകാറുണ്ട്. ചില ഒരുമിച്ച് കൂടലുകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമുക്ക് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരകമാകാറുണ്ട് എന്ന് നമുക്കൊക്കെ അനുഭവമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ കോഴിക്കോട് എയർപോർട്ടിന് സമീപം ഹജ്ജ് ഹൗസിൽ
ഒരു ഒരുമിച്ച് കൂടലിന് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. ആ പ്രദേശത്തുള്ള ഒരു സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘം സംഘടിപ്പിച്ച ഒരു ഒരുമിച്ച് കൂടലാണ്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശാലമായ ഹജ്ജ് ഹൗസിൻ്റെ ഓഡിറ്റോറിയത്തിൽ കുറേ കട്ടിലുകൾ, കുറേ വീൽ ചെയറുകൾ, ആ കട്ടിലിൽ കുറേ രോഗികൾ കിടക്കുന്നു. ട്രിപ്പ് കൊടുക്കുന്ന രോഗികളുണ്ട്, മൂത്രത്തിൻ്റെ സഞ്ചിയുമായി ഉള്ള രോഗികളുണ്ട്, ഭക്ഷണം കുഴലിലൂടെ കൊടുക്കുന്ന രോഗികളുണ്ട്. കുറേ ആളുകൾ വീൽ ചെയറിലാണ്. വ്യത്യസ്തമായ മുഖഭാവങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങൾ, കോലങ്ങൾ. ചില ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് ഒരൽപ്പം കാണാൻ പ്രയാസമുള്ള രൂപങ്ങൾ. ജീവിതത്തിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ അത് പ്രേരകമായി. ഈയിടെയായി പത്രങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള ക്യാമ്പുകളെക്കുറിച്ചും കൂട്ടായ്മകളെക്കുറിച്ചും വായിക്കാറുണ്ട്. എനിക്ക് ഇതിലേറെ ആ ഒരുമിച്ച് കൂടലിൽ അതിലേറെ പുതുമ അതിൽ തോന്നിയ ഒരു കാര്യം, സാധാരണയായി ഇത്തരത്തിലുള്ള രോഗികളെ വിളിച്ചു കൂട്ടിയാൽ അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി പാട്ടുപാടും, ഡാൻസ് കളിക്കും, അവരെ കൊണ്ട് പാടിപ്പിക്കും, കഥകൾ പറഞ്ഞു കൊടുക്കും, ആനന്ദിപ്പിക്കും, അവരെ ആസ്വദിപ്പിക്കും. പത്രക്കാരൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പല കാരണങ്ങളാൽ ജീവിതം മടുത്ത അവർക്കും ജീവിതമുണ്ട്, ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകുമെന്നൊക്കെയാണ്. വളരെ തികച്ചും വ്യത്യസ്തമായി ആ സമൂഹത്തിന് ഈ സാമൂഹ്യ സംഘം ചെയ്തത് ജീവിതത്തിൻ്റെ ഫിലോസഫി പഠിപ്പിക്കുകയായിരുന്നു, ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം. ഒന്ന് വീണാൽ, ഒരു രോഗം വന്നാൽ നല്ല ആരോഗ്യത്തോടു കൂടി അതിൽ വളരെ നല്ല ആരോഗ്യമുള്ള നല്ല യുവത്വമുള്ള ചെറുപ്പക്കാരുണ്ട്. വണ്ടി ഓടിച്ചിരുന്നവർ, ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയവർ, മരത്തിൽ നല്ല പണിയെടുത്തുന്ന മരത്തിൽ കയറി തോല് വെട്ടുമ്പോൾ ചക്കയിടുമ്പോൾ താഴെ വീണവർ, പോട്ടർമാർ, ഒരുപാട് ആളുകളുണ്ട്. ചെറിയ ഇൻസിഡൻറ്റുകൾ സംഭവിച്ചപ്പോൾ സ്പൈനൽ കോഡുകൾക്ക് തകരാറ് പറ്റി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം വന്നു, പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇവരോട് ജീവിതത്തിൻ്റെ ഫിലോസഫി പറയുകയാണ് വേണ്ടത്. അവരെ ആനന്ദിപ്പിക്കുന്നതിന് പകരം, അവരെ ആസ്വദിപ്പിക്കുന്നതിന് പകരം ജീവിതത്തിൻ്റെ ഫിലോസഫി, തത്വശാസ്ത്രം എന്ത് എന്ന് പഠിപ്പിക്കുകയും എന്താണ് യഥാർത്ഥ ജീവിതം എന്നവരെ തെര്യപ്പെടുത്തുകയും ചെയ്യാനായിരുന്നു ആ ഒരുമിച്ച് കൂടൽ. അങ്ങനെയാണ് ഞാനവിടെ എത്തിപ്പെട്ടത്. സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു ക്ലിനിക്കിനെ കുറിച്ച്, പെയിൻ ആൻഡ് പാലിയേറ്റീവ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് രോഗികൾക്ക് സഡേഷൻസ്, വേദന വരുന്ന രോഗികൾക്ക് ഈ വേദന അറിയാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, അത്യാവശ്യമായ പരിചരണം, അതോടൊപ്പം മാനസികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ കളികളും തമാശകളുമൊക്കെ ഉള്ള സീഡികളോ സംസാരങ്ങളോ അങ്ങനെ വായിക്കാൻ പറ്റുന്ന വല്ലതുമൊക്കെ കൊടുത്തവരെ ആനന്ദിപ്പിക്കുക. ഇതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ പ്രവർത്തനം. ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം വന്നു, എന്തിനാണ് ഈ രോഗം, എന്തുകൊണ്ട് നിങ്ങൾ രോഗിയായി,
എന്തുകൊണ്ട് മറ്റവരൊന്നും രോഗിയാകാതെ പോയി? എന്താണ് ഇങ്ങനെ ജീവിക്കുന്നതിലുള്ള ഒരർത്ഥം? എന്തേ സൃഷ്ടാവ് നിങ്ങളെ ഇങ്ങനെയാക്കി? ഇമാതിരിയുള്ള ഒരു നൂറ്റുകണക്കിന് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് എന്തുകൊണ്ട് രോഗം, എന്തിനിങ്ങനെ സംഭവിച്ചു, ഇതൊരു സൃഷ്ടാവിൻ്റെ അക്രമമാണോ, അനീതിയാണോ, ക്രൂരതയാണോ? ഇതാണ് അവരെ തെര്യപ്പെടുത്തേണ്ടിയിരുന്ന കാര്യം. അവരിൽ 90% മുസ്ലിങ്ങളായിരുന്നു. ആ ഒരുമിച്ച് കൂടിയവരിൽ 10% മുസ്ലിങ്ങളല്ലാത്തവരും ഉണ്ട്. ഇവിടെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമുക്കുമൊക്കെ ഇങ്ങനെയുള്ള പല അവസ്ഥകളും വരാം. മനുഷ്യൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. ഒരു വേദന വന്നാൽ നമുക്കറിയാം തീരാവുന്നതാണ് നമ്മുടെ ഈ പ്രൗഢിയും ഭംഗിയും പേഴ്സണാലിറ്റിയും ഒക്കെ. വണ്ടി ഓടിച്ചായിരിക്കും ഇന്ന് വന്നത്, പക്ഷെ നാളെ സീറ്റ് കയറിയിരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നടക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഓടുകയും ഒക്കെ ചെയ്തവരായിരിക്കും. മനുഷ്യന് ഇതൊക്കെ വരും. എന്താണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കാര്യം ഞാൻ പറയുന്നത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാകാനും നമുക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടാൽ എന്തായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്നറിയണം. രണ്ടാമത്തേത്, ഇങ്ങനെയുള്ള സഹോദരങ്ങൾ സഹോദരികൾ നമ്മുടെയൊക്കെ വീടിന് ചുറ്റുമുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും, നാട്ടിലുണ്ടാകും. അവർക്കൊക്കെ നമുക്ക് എത്തിക്കാനുള്ള മെസ്സേജ് എന്താ, ഒരു സന്ദേശം? ഈ 2 കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്തിന് സാക്ഷിയാകേണ്ടി വന്നപ്പോൾ ഒരുപാട് തുരുതുരാ വന്ന അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പലപ്പോഴും ഉത്തരം മുട്ടിയപ്പോൾ ആലോചിച്ച് ഉണ്ടായ ചില കാര്യങ്ങളാണ് ഇത്. എന്താണ് വിഷയം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലാണ്. ഹയാത്തു ദുനിയ, ഹയാത്തുൽ ആഖിറ, 2 എണ്ണമുണ്ട്. ഹയാത്തു ദുനിയ, ഹയാത്തുൽ ആഖിറ. ഇത് നമ്മുടെ ഫിലോസഫിയാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശാസ്ത്രം ആണ് ഇത്. നമുക്കൊരു ലാബിൽ പോയി തെളിയിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ പറയുന്നു 2 ജീവിതമുണ്ട്. ഒന്ന് ഹയാത്തു ദുനിയ, രണ്ടാമത്തെ ഹയാത്തുൽ ആഖിറ. ഹയാത്തു ദുനിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അത് നീങ്ങും എന്നാണ്. ഒക്കെ നമുക്ക് തെളിയിച്ചു കൊടുക്കാം. മനുഷ്യനും ഇവിടെ ആരും ശാശ്വതനാകുന്നില്ല, മരിച്ചുകൊണ്ട്. മരിച്ചു പോകുന്നതോടുകൂടി എൻ്റെ ഹയാത്തു ദുനിയ നീങ്ങുകയാണ്, എൻ്റെ ജീവിതം നീങ്ങുകയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക, കഴിഞ്ഞു എൻ്റെ ജീവിതം. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. ആ ഹയാത്തു ദുനിയ എന്തിനാണ്? അതാണ് ഒന്നാമത്തെ കാര്യം. ഹയാത്തു ദുനിയ നമുക്കൊരിക്കലും സുഖിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതല്ല. ഈ ജീവിതം നമുക്ക് പന്താടാനുള്ളതാണെന്ന് പാട്ടുപാടിയ പാട്ടുകാരനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ആ പാട്ടുകാരൻ മരിച്ചത് ക്യാൻസർ പിടിച്ചിട്ടാണ്. അപ്പം പിന്നെ എന്തർത്ഥം അതിനുള്ളത്? ആസ്വദിച്ചല്ല ജീവിതത്തോട് വിട വാങ്ങിയത്, അയാളുടെ ഭാഷയിൽ. നമ്മളെ സംബന്ധിച്ചുള്ള ആസ്വാദനമാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ജീവിതത്തോടും പ്രകൃതിയോടും മനുഷ്യരോടുമൊക്കെ ദേഷ്യം പിടിച്ച് ക്രൂരമായി വേദനിച്ച് കഷ്ടപ്പെട്ടാണ് ജീവിതം പന്താടാനുള്ളതാണെന്ന് പാട്ടുപാടിയവർ ഇവിടുന്ന് വിട പറയുന്നത്. അപ്പോൾ ദുനിയാവിലെ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ, റസൂലുള്ളാഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീങ്ങുന്ന ഒരു തണലാണ് ജീവിതം. ഇത് നമ്മുടെ ഫിലോസഫിയാണ്, ഇസ്ലാമിൻ്റെ ഫിലോസഫി ജീവിതത്തെക്കുറിച്ചുള്ള. റസൂലുള്ളാഹി ഫിലോസഫർ അല്ല, പക്ഷേ ഒരു ഫിലോസഫർക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ കടുപ്പത്തിലാണ് ആ വിഷയം പറഞ്ഞത്. ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, നല്ല തണലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, ആ തണൽ, അതാണ് ജീവിതം നമ്മളെ സംബന്ധിച്ചു. അത് നീങ്ങും. നമുക്കറിയാം ജീവിതത്തിലെ ഈ ഹയാത്തു ദുനിയയിലെ
ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വിഭവങ്ങളും അവസാനിക്കും, നിൽക്കില്ല, തീരും. ചിലപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതൊക്കെ പറ്റും, ഇല്ലാതാവും. സൗകര്യങ്ങളൊക്കെ പലതും നമുക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മുടെ മരണത്തോടു കൂടിയായിരിക്കും. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അവസാനിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ദുനിയാവിൽ ഈ പറഞ്ഞതൊന്നും അനുഭവിക്കാത്ത ആരുമില്ല. എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് അതാണ് ദുനിയാവ്. ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല. പ്രവാചകന്മാർ പോലും, റസൂലുള്ളാഹിന്റെ ജീവിതം നമുക്കറിയാലോ, അദ്ദേഹം ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും രോഗവും വേദനയും, അല്ലേ? റസൂലുള്ളാഹിന്റെ ഭാഷ എന്താ? വേദനിച്ച സമയത്ത്, മരണത്തിൻ്റെ വേദന വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാചകം എന്താ? നിങ്ങളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. കുറച്ചും കൂടി കടുപ്പത്തിൽ ആ വേദന നിർത്തും. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാം അറിയണം എന്ത്? ഈ ലോകത്ത്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ രോഗമുണ്ടാകും, സന്തോഷമുണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും, സൗഖ്യമുണ്ടാകും, സമാധാനമുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും, ബേജാറുണ്ടാകും, ഒക്കെ ഉണ്ടാകും. എന്തിനാ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതാണ് വിഷയം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഒരു കാര്യം മനസ്സിലായി നമുക്ക്. ദുനിയാവ് മനസ്സിലായപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, എന്ത്? മുൽക്ക് നമ്മളടുത്തല്ല. മുൽക്ക് നമ്മളടുത്തായിരുന്നുവെങ്കിൽ പലരും ഇവിടെ എന്താകണം? ബാക്കിയാകണം. കാണാനില്ലല്ലോ ആരെയും. നമ്മളടുത്തല്ല. ഒരു നിലക്കുള്ള മുൽക്കും നമുക്കില്ല, ആധിപത്യവും അധികാരവും ഒരു നിലക്കുള്ളവും നമുക്കില്ല. അതുകൊണ്ട് ആരും കാണാത്തത്. വമ്പന്മാരെയൊന്നും കാണാനില്ലല്ലോ, പോയി. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആരുടെ കയ്യിലാണോ ആധിപത്യം അവനാണ് അനുഗ്രഹീതൻ, നമ്മളൊന്നുമല്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുനിയാവ് അല്ലാഹു പഠിപ്പിക്കുക. ദുനിയാവിൽ എന്തൊക്കെ നിങ്ങൾ നേടിയാലും നിങ്ങൾ എന്തല്ല? അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ല. എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ആരും വിചാരിക്കണ്ട. ആരുമില്ല. എന്ത് നേടിയാലും നമ്മൾ വിചാരിക്കുമോ അവർക്ക് എല്ലാത്തിനും കഴിയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അലാ കുല്ലി ഷൈഇൻ. ആരാ വഹുവ? അല്ലാഹുവാണ്. ബിയദിഹിൽ മുൽക്ക്. അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അത് അവനുണ്ടാക്കിയതാണ്. മൗത്തും ഹയാത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹ് സൃഷ്ടിച്ചതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ മൗത്തിനെ സൃഷ്ടിച്ചു. അതന്നെ, മൗത്ത് സൃഷ്ടിയാണ്, ഹയാത്ത് സൃഷ്ടിയാണ്. എന്തിനാണത്? ലിയബ്ലുവക്കും. അതാണ്. അപ്പം ജീവിതം, ദുനിയാവിലെ ജീവിതം ലിയബ്ലുവക്കും എന്നതിനാണ്. എന്താണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? ആരാണ് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുക? അല്ല. ആരാണ് ഈ മനുഷ്യന്മാരുടെ, പത്രക്കാരുടെയും സാധാരണക്കാരുടെയും ഭാഷയിൽ പറഞ്ഞ വിധിയോട് മല്ലടിക്കുക എന്ന് അങ്ങനെ പറയില്ല. വിധിയോട് മല്ലടിക്കുക കഴിയില്ല, വെറുതെ പറയാം. അത് വിധി എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ പദം. വിധിയോട് മല്ലടിക്കുക അല്ല. അള്ളാഹു പരിശോധിക്കുന്നത് അയ്യക്കും അഹ്സനു അമല. അഹ്സനു അമലിൻ്റെ ആള് ആരാണ് എന്നാണ്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ രോഗികളായ ഒരവസ്ഥ, അവിടെ നമുക്കത് എല്ലാ സൗകര്യവും തന്ന അവസ്ഥയാണെങ്കിലും ഇത് തന്നെയാണ്. അതാണ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്, ഇന്ന ജഅൽനാ മാ അലൽ അർളി സീനതൻ. ചിലപ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. സീനത്ത് അതാണ് സൗന്ദര്യം, സന്തോഷം, സുഖം, സമൃദ്ധി, സമാധാനം. ഒന്നും പ്രയാസമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുട്ടികളൊന്നും കരഞ്ഞിട്ട് പോലുമില്ല. മാഷാ അല്ലാഹ്. നമ്മൾ വിചാരിച്ചാൽ അതൊരു ഭയങ്കരമായ ക്രെഡിറ്റാണ്. എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഒന്നിനൊരു കുറവും ഞാൻ വരുത്താറില്ല എന്നാണ് നമ്മൾ പറയല്. അപകടമാണ് വാചകം, തിരുത്തണം, അത് വേറൊരു വിഷയം. പക്ഷെ നമ്മുടെ ധാരണ എല്ലാറ്റിനും സുഖം, സൗകര്യം. അതെന്താ? അതും ലിനബ്ലുവഹും. എന്തിന്? അയ്യുഹും അഹ്സനു അമല. ആദ്യം പറഞ്ഞ അതേമാതിരി തന്നെ, അതും അതിന് തന്നെയാണ്.
അപ്പം ജീവിതം അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ്. ഇവിടെ രോഗം ഉണ്ടാവും, സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും, ബേജാറുണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതിനൊന്നും നമ്മൾ വേറെ എന്തെങ്കിലും വിചാരിച്ചെടുത്തും കാര്യമില്ല. അതാണ് ദുനിയാവ്. രണ്ടാമത്തെ ജീവിതം ആഖിറത്ത്, അൽ ഹയാത്തു ദുനിയ. രണ്ടാമത്തേത് ഹയാത്തുൽ ആഖിറയാണ്. ഹയാത്തുൽ ആഖിറ. ദുനിയാവും ആഖിറത്തും യഥാർത്ഥത്തിൽ വിപരീത പദമല്ല, അങ്ങനെ വിചാരിക്കരുത്. വിപരീത പദമല്ല അത്. ഹയാത്തു ദുനിയയുടെ വിപരീതം ഹയാത്തുൽ ആഖിറയല്ല. ഹയാത്തുൽ ആഖിറ വേറെയാണ്, ഹയാത്തു ദുനിയ വേറെ. രണ്ടും കൂടി തുല്യപ്പെടുത്താൻ പറ്റില്ല. അവിടെ വേറെ ലോകം, വേറെ സിസ്റ്റം, വേറെ സമ്പ്രദായം, വേറെ രീതി ഒക്കെയാണ്. വലിയ വിഷയമാണ് ഹയാത്തുൽ ആഖിറ. നമ്മൾ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. ഹയാത്തുൽ ആഖിറ ആരംഭിക്കുന്നത് മരണത്തോടു കൂടിയാണ്. മരണത്തോടു കൂടി ജീവിതമാണ് ആരംഭിക്കുന്നത്. അതാണ് യഥാർത്ഥ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം. മറ്റത് വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. മതാഉൽ ഗുറൂറാണ്. അതിനെ ആസ്വദിക്കാൻ വേണ്ടി നാം ഇരുന്നാൽ നമ്മൾ അറിയണം അത് മതാഉൽ ഗുറൂറാണ്, നമ്മളെ പറ്റിക്കും. ആസ്വദിക്കാനിരിക്കരുത്. നാം ഇവിടെ എന്തിനാ ഇത്? നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ വളരെ ഉയർന്ന രൂപത്തിലുള്ള ആസ്വാദനമുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ ഒരു താൽക്കാലിക ഇടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹയാത്ത് ദുനിയയിൽ വരുന്ന രോഗമോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നമുക്ക് എന്താകരുത്, ഒരു വിഷയമാകരുത്. നമ്മുടെ ഒരു ഭയങ്കര ഗൗരവമുള്ള വിഷയം, എൻ്റെ മോന് അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മക്ക്, എൻ്റെ കുടുംബത്തിൽ നമ്മുടെ വിഷയം എന്താ? നമ്മുടെ ഗൗരവമുള്ള വിഷയം എൻ്റെ മോൻ്റെ, എൻ്റെ ഉപ്പയുടെ, എൻ്റെ ഉമ്മയുടെ ഹയാത്തുൽ ആഖിറയാണ്. അതാണ് നമ്മുടെ ഫിലോസഫി. നമുക്ക് പറയാനുള്ളതും അതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല രോഗം തന്നത്, ഈ രൂപത്തിലാക്കിയത് എന്തിനാ? അതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ആ ലക്ഷ്യങ്ങളെ ഇട്ടുകൊടുക്കാൻ നമുക്കാവണം. അതാണ്. എന്താണത്? ഒന്നാമത്തേത്, അല്ലാഹു തആല ഒന്നാമത്തെ കാര്യം, അല്ലാഹുവാണ് സിട്ടാവ്. സിട്ടാവ് നമ്മൾ ആക്രമിക്കൂല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. അടിമകളോട് ഞാൻ അക്രമം ചെയ്യൂല, ക്രൂരത ചെയ്യൂല, അനീതി ചെയ്യൂല. ഒരാളോട് വേറൊരാളേക്കാൾ എന്തെങ്കിലും വിവേചനം കാണിക്കും ഒന്നുമില്ല. നമുക്കിങ്ങനെ തോന്നുകയാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് തോന്നുകയാണ് വിവേചനമാണ് നമുക്ക് തോന്നുകയാണ്. അത് തന്നെയും എപ്പോഴാണ് നമുക്ക് തോന്നൽ? അതൊരു വിഷയമാണല്ലോ. എപ്പോഴാണ് തോന്നൽ? അപ്പുറത്തുള്ള ആളുടെ വീട് വലുതാവുമ്പോഴാണ് നമുക്ക് തോന്നുക. അതുവരെ തോന്നിയിട്ടുണ്ടാവും. അതുവരെ അൽഹംദുലില്ലാഹ്, അപ്പുറത്ത് അയാൾ നല്ല പുതിയ വണ്ടി വാങ്ങുമ്പോഴാണ് നമുക്ക് എന്താക്കുക, വിവേചനമാണെന്ന് തോന്നൽ. അല്ലെങ്കിൽ തോന്നൂല. പക്ഷെ അള്ളാഹു എന്തല്ല, വിവേചനം കാണിക്കുന്നവനല്ല, വല്ലാമല്ല. മറിച്ച് എന്തിനാ? അതാണ് ഒന്നാമത്തെ വിഷയം. എന്തിനാ? അള്ളാഹു നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. തഹ്ദീബുൻ നുഫൂസ് അല്ലെങ്കിൽ തസ്ഫിയത്തുൻ നുഫൂസ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കടലിലെ വെള്ളം ശുദ്ധിയാക്കി നമുക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. അതന്നെ സംഭവം. അത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ, അതാണ് രോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ കേട്ടോ, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ ഫി അഹ്ലിഹി വമാലിഹി. ഒരു വിശ്വാസിക്ക് അവൻ്റെ അഹ്ല്, കുടുംബം, വമാലിഹി, അവൻ്റെ ധനം, സമ്പത്ത്, ഇതിലൊക്കെ ബലാ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യൽഖല്ലാഹ്, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. എങ്ങനെ? വമാ അലൈഹി ഖതീഅ, ഒരു തെറ്റും അവനിലില്ലാതെ അള്ളാഹിനെ കണ്ടുമുട്ടുന്ന രൂപത്തിൽ അവന് ബലാ വരും. അതിനാണ് ശുദ്ധീകരണമാണ്. എളുപ്പമാണ് വിഷയം, നമുക്കിത് മനസ്സിലാകാൻ വളരെ എളുപ്പം.
അതിന് ഈ ആളുകളെ വേറെന്തെങ്കിലും നൽകി ആസ്വദിപ്പിക്കുകയല്ല വേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കണം, ഇത് അവരിലേക്ക് എത്തണം. ഇതൊരു ബല ആണ്. ഈ ബലാൻ്റെ സമയത്തും നമ്മളെന്താകരുത്, പരാജയപ്പെട്ടു പോകരുത്. അപ്പോഴും ഇങ്ങനെ ഈ റിമോട്ട് മാറ്റി 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 എവിടെയാണ് നല്ല ഇത് നോക്കിയിരിക്കണ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. വേദന മാറാൻ അത് സഹായകമാണ് എന്നാണ് ആളുകളുടെ ധാരണ. എത്ര വരെ ഈ റിമോട്ട് അമർത്താൻ കൈകൾക്ക് കെൽപ്പ് നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞ കാര്യം ആലോചിച്ചു. അല്ലെങ്കിൽ കണ്ണുകൊണ്ട് അത് കാണാൻ കെൽപ്പ് നഷ്ടപ്പെട്ടാൽ അവസരം കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ ഭാഷ വളരെ കൃത്യമാണ്. മറ്റൊരിക്കൽ നബി തിരുമേനി പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ അൽ ഖൈർ, ഒരടിമക്ക് അള്ളാഹു ഖൈറിനെ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബ ഫിദ്ദുനിയ, ദുനിയാവിൽ അള്ളാഹു അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വേഗം കൊടുക്കും. ദുനിയാവെന്ന് വരുന്നതിനാണ് അജ്ജല, വേഗം വരും. ആഖിറത്തിലേക്ക് അള്ളാഹ് എന്താക്കൂല, മാറ്റി വെക്കൂല. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് കിട്ടും. എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ കിട്ടും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അശ്ശർ, ഒരു അടിമക്ക് അല്ലാഹു ശർറ് ഉദ്ദേശിച്ചാലോ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, അല്ലാഹു ഇങ്ങനെ പിടിച്ചു വെക്കും ഖിയാമത്ത് നാളിലെത്തുന്നത് വരെ. അവിടുന്ന് കൊടുക്കുക. നമുക്ക് എവിടുന്ന് കിട്ടണ്ടേ? ഇവിടുന്ന് കിട്ടണ്ടേ അല്ലേ? ഇവിടുന്ന് കിട്ടില്ല അല്ലേ? അത്രേ ഉള്ളൂ. വേറെ ഒരു വിഷയമില്ല. വേറെ ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് എന്താക്കരുത്, കരുതരുത്. അതാണ് ഒന്നാമത്തെ വിഷയം. അഥവാ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് അള്ളാഹു. രണ്ടാമത്തെ കാര്യം, ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. കാരണം എന്താ വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്ന രംഗം ഇതാണ്. ഇപ്പം ഈ പറയുന്ന ഞാനും, എനിക്കൊരു വേദന വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ചിലപ്പോൾ നമ്മളൊരു ചിന്ത, അതുകൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഖുതുബയിൽ, ഈ വസ്വാസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതിനൊക്കെ നമ്മളിതൊക്കെ പഠിച്ചാലും മനസ്സിലാക്കിയാലും ഇതിനെതിരെയുള്ള ഒരു ആൻറ്റി ചിന്ത, എതിരെയുള്ള ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരും. ആരാ കൊണ്ടുവരാ? അല്ലദീ യുവസ്വിസു ഫീ സൂരിന്നാസ്, അതാണ് വസ്വാസ് എന്ന് പറഞ്ഞാൽ. വസ്വാസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം, ഈ വസ്വാസിനെ കുറിച്ച് പറഞ്ഞത് അൽ ഖന്നാസ്. എന്താ ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയോ? ഖന്നാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത്തരം വസ്വാസ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞാൽ ഇതാണ് പോകും. അങ്ങനെ പിരിഞ്ഞു പോകുന്നതാണെന്ത്? ഖന്നാസ്. അപ്പൊ വിഷയം എന്താ? വിഷയം അതാണ്. രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഇത് പഠിച്ചവരായാലും ക്ലാസ് കേട്ടായാലും പറയുന്നവരായാലും ഒക്കെ എന്താവും? മനസ്സിൽ ആരുണ്ടാക്കും? പിശാച് വസ്വാസ് ഉണ്ടാക്കും. ആ വസ്വാസാണ് എന്ത്? ഖന്നാസ്. ആ ഖന്നാസിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്തിനേ കഴിയൂ? ഈ രൂപത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, പഠനം, സ്മരണ, അതിനാണ് നമ്മൾ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം നമ്മളെ സ്വന്തം ഉപ്പയോ അല്ലെങ്കിൽ എളാപ്പയോ ഒക്കെ ഉണ്ടാവുന്ന രോഗം ബാധിച്ച് കിടക്കണം, മനസ്സിൽ ഇങ്ങനെയുള്ള പല ചിന്തകളും ഇങ്ങനെ വരുന്നു. കുറേ ദിവസമായി കിടക്കുന്നുണ്ടാവും, കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നവർക്ക് ഇങ്ങനെ ചിന്തയ്ക്ക് വരും. ആ സമയത്ത് നമ്മൾ അവർക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഒരു ബാധ്യതയാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. ഒരു ബേജാറും ആകരുത്. നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കാരണം റസൂലുള്ളാഹി പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, മാ യുസീബുൽ മുഅ്മിനു മിൻ വസബിൻ വലാ നസബിൻ വലാ സഖമിൻ വലാ ഹുസ്നിൻ. റസൂൽ പറയാം, ഒരു മുഅ്മിനിനെ ബാധിക്കുന്ന ക്ഷീണം, പ്രയാസം, ദുരിതം, രോഗം, ദുഃഖം, സങ്കടം, ഹത്തൽ ഹം, മാനസിക ദുഃഖം പോലും, അവനെ ബാധിക്കുന്ന മാനസിക ദുഃഖം പോലും. അതുകൊണ്ട് അതെന്തിനാ? ഇല്ലാ കഫറല്ലാഹു ബിഹി മിൻ സയ്യിആതിഹി, അത് മുഖേന അള്ളാഹു അവൻ്റെ സയ്യിആത്തിനെ എന്താക്കും? നമുക്ക് അറിയുന്നൊരു വിഷയമാണ്. പക്ഷേ ഇത് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളിതെന്താവും? മറന്നുപോകും. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ആ സമയത്ത് ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം, നിങ്ങൾ മറക്കും, നിങ്ങൾ ഓർമ്മിപ്പിക്കണം. നമ്മൾ രോഗിനെ കാണാൻ പോയാൽ നമുക്ക് പറയാനുള്ള വിഷയം ഇതാണ്, സാരല്ല, ഇതാണ് സംഗതി. 3 ഹദീസുകൾ നമ്മൾ പറഞ്ഞു. 3 നിങ്ങളെ മനസ്സിലുണ്ടാകണം, ഓർമ്മിപ്പിക്കണം. ശുദ്ധീകരണമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നമ്മളെ
അള്ളാഹുവിന് നല്ല രൂപത്തിൽ കാണണം. അതിനു വേണ്ടി രണ്ടാമത്തെ വിഷയം എന്തിന് ഇത് എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കാര്യം അള്ളാഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് ഇതൊക്കെ. ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് എന്ത് വേണം? നമ്മളെ നല്ല ഗ്രേഡിലേക്ക് കൊണ്ടുപോകണം. നമുക്കൊരാളെ ഇഷ്ടമായാൽ നമ്മൾ ഏറ്റവും നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, ഉന്നതമായ ഗ്രേഡിലേക്ക് കൊണ്ടുപോകണം, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് വേണം? ഇതൊക്കെ വേണ്ടി വരും. അത്രയേ ഉള്ളൂ. റസൂലുള്ള പറയുന്നത് ഇസ്ലാമിന് ജീവിതത്തെക്കുറിച്ച് പറയാനുള്ള കൃത്യമായ ശാസ്ത്രം അതാണ്. നബി പറയുന്നു, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില. ഒരടിമക്ക് അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു ആ അടിമക്ക് ഉന്നതമായ സ്ഥാനം എല്ലാം രേഖപ്പെടുത്തി. പക്ഷേ എല്ലാം യബ്ലുഗുഹാ ബി അമലിഹി, ആ സ്ഥാനത്തേക്ക് അവൻ്റെ അമല് കൊണ്ട് അവൻ എത്തൂല. ദുർബലനാണ്, അവൻ്റെ അമല് കൊണ്ട് അവൻ അങ്ങോട്ട് എത്തൂല. അപ്പം എന്ത് ചെയ്യും? അള്ളാഹു അവനെ എവിടെ? ഫി ജസദിഹി ഔ ഫി മാലിഹി ഔ ഫി വലദിഹി. ശരീരത്തിലുണ്ടാവും, സമ്പത്തിലുണ്ടാവും, അല്ലെ മക്കളിലുണ്ടാവും. എന്നിട്ടോ സുമ്മ സബ്ബറഹു അലാ ദാലിക്, എന്നിട്ട് അള്ളാഹുവിനിങ്ങനെ സബ്ബറന, ക്ഷമ എന്നൊന്നും പറഞ്ഞാൽ പോരെ, അത് അള്ളാഹു അവനങ്ങോട്ട് പരിശീലിപ്പിക്കുകയാണ് സാബിറാകാൻ. സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വ സാബിറൂന. പോരാ, സബ്ർ എന്ന് പോരാ, അതിനേക്കാൾ അള്ളാഹു അവൻ അങ്ങനെ 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 സബ്റിന്റെ ആളാക്കുക. അവനിങ്ങനെ ചിരിക്കും. എപ്പോ സമ്പത്തിൽ ഭയങ്കര പ്രശ്നം വന്നു, അവൻ ഭയങ്കര മുഖത്തോക്ക് നോക്കിയാലൊന്നും ഒരു ബേജാറും കാണൂല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹത്താ യബ്ലഗഹുൽ മൻസില അല്ലത്തി സബഖത് ലഹു മിനല്ലാഹ്, അള്ളാഹു അവന് നേരത്തെ രേഖപ്പെടുത്തി ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വരെ അള്ളാഹു ഇങ്ങനെ എന്താക്കും? അതെ. അപ്പം ആലോചിച്ച് നോക്കൂ, അതെന്ത് രസാ! അതിനു വേണ്ടിയാണ് ഉന്നതമായ ഗ്രേഡ് അള്ളാഹുവിൻ്റെ അടുത്ത് നൽകണം. അതിനു വേണ്ടി അള്ളാഹു നൽകുന്നതാണ് എന്ത്? രോഗം. അപ്പം പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായ നമുക്ക് അശ്രദ്ധ വരും. എത്ര നല്ലവരായാലും അശ്രദ്ധ വരും. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ. ഏതുവരെ ഗഫ്ലത്ത് വരും? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് വിചാരണ അടുത്തിരിക്കുന്നു, എന്നിട്ടും ജനങ്ങൾ അശ്രദ്ധയില്ല. മനുഷ്യനാണ് വന്നു പോകും. ഇത്തരം അശ്രദ്ധയിൽ നിന്ന് നമ്മളിങ്ങനെ അള്ളാഹുക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹ് നമ്മളെ അശ്രദ്ധയിൽ തന്നെ ഇടും. കിടക്കട്ടെ. അള്ളാഹുവിൻ്റെ ഭാഷ വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവർ അവരുടെ ഈ തുഗ്യാൻ അതിക്രമത്തിൽ അവരങ്ങനെ കിടക്കട്ടെ, അവിടുന്ന് പിടിച്ചോളാന്നാ. അവിടെ ഒരു പിടുത്തായിരിക്കും. വഇദാ ബതഷ്തും ബതഷ്തും ജബ്ബാരീൻ, ഒരു പിടുത്ത. അവനിങ്ങനെ അക്രമിയായി, സ്വച്ഛാധിപതിയായി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യും? ഇങ്ങനത്തെ വല്ലതുമൊക്കെ തന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ അള്ളാഹ് നമ്മളെ കൊണ്ട് വിളിപ്പിക്കും. അള്ളാന്നിങ്ങനെ വിളിപ്പിക്കും. ഞാൻ ആ കൂട്ടത്തിൽ 3 രോഗികളെ കണ്ട്, അവർക്ക് അള്ളാഹിനെ പറയാൻ കഴിയുള്ളൂ, വേറൊന്നും അവരിങ്ങനെ വിളിക്കുകയാണ് അള്ളാ അള്ളാ, വേറൊന്നും പറയാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, ഒന്ന് പറഞ്ഞാലും കഴിയില്ല. അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ അള്ളാന്നിങ്ങനെ പറയും, വിളിപ്പിക്കും. അള്ളാഹു അള്ളാ അള്ളാ എന്ന് വിളിപ്പിക്കും, ഓർമ്മിപ്പിക്കും. അള്ളാഹു അങ്ങനെ അള്ളാനെ, നമുക്ക് അള്ളാനെ ഓർമ്മ വരും. അല്ല, നമ്മൾ ഖുർആൻ്റെ തന്നെ ഭാഷയാണ്. നമ്മൾ പ്രതിസന്ധി വരുന്നാൽ നമ്മൾ വലിയ ദുആൻ്റെ ആൾക്കാരാണ്. അള്ളാഹ് തരികയാണ്. 3. നാലാമത്തെ വിഷയം, ഈമാൻ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അത് മുഖേന വർധനവ് നൽകും. ഈമാൻ
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ അള്ളാൻ്റെ പരീക്ഷണം ആർക്കുണ്ടാകുക? ഏറ്റവും നല്ല ആൾക്കാർക്ക്. അതാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത്. ഏറ്റവും വലിയ രോഗം വരിക ഏറ്റവും നല്ല ആൾക്കാണെന്നർത്ഥം. ബേജാറാണ്ട. അപ്പം ഞാൻ നല്ല ആളാണെന്നുള്ളതിൻ്റെ ഒരു രേഖയാണെന്ത്? ഈ രോഗം. നബിയുടെ ഭാഷ ഇന്ന അഅ്ളമൽ ജസാ മഅ്ളമിൽ ബലാ. ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുക ഏറ്റവും വലിയ പരീക്ഷണത്തിൻ്റെ കൂടെ ആയിരിക്കും. നമ്മൾ വിചാരിക്കണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെ സുഖമായിട്ട് ദുബായിലൊക്കെ സൗകര്യപൂർവ്വം അങ്ങനെ ഈ സ്വർഗത്തിൽ കണ്ട് പോകാം? കഴിഞ്ഞോളന്നില്ല. അപ്പോൾ വന്നാൽ നമ്മളെന്താ കരുതി പേടിച്ചു വരും. അങ്ങനെ സുഖമായിട്ട് ദുബായിൽ ജീവിക്കണതിൻ്റെ അടിയിലൊരു പ്രതിസന്ധിയോ പ്രശ്നമോട് വന്നാൽ എന്തായത്? ബേജാറായി പോയത്. കാരണം റസൂലുള്ള പറയാണ് ഇന്ന അഅ്ളമൽ ജസാഇ മാ അഅ്ളമൽ ബലാ. ഏറ്റവും വലിയ ബലാഇൻ്റെ കൂടെയാണ് ഏറ്റവും വലിയ ജസാ കിട്ടുക. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഖൗമിനെ എന്നാ പറഞ്ഞത്, വ്യക്തിയെ മാത്രമല്ല. ഒരു സമൂഹത്തിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആ സമൂഹത്തിനൊരു പരീക്ഷണങ്ങളുണ്ടാവും, പ്രശ്നം. അപ്പം ഇത് ബേജാറാകരുത്. എന്നിട്ട് ഫമൻ റദിയ ഫലഹു റിദ. അത്തരത്തിലുള്ള കടുപ്പമുള്ള പ്രതിസന്ധി വന്നിട്ടും അള്ളാഹുവിനോട് റിള കാണിച്ചാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. തൃപ്തി കാണിച്ചാൽ എന്തല്ലാ ഹൈ എന്ന് പറയാതിരുന്നാൽ അതാണ് റിള. വമൻ സഖത ഫലഹു സുഖ്ത്. അള്ളാഹിനെ കുറിച്ച് ദേഷ്യം പിടിച്ചാലോ അള്ളാഹ് അവനെയും എന്താക്കും? അവനെക്കുറിച്ചും ദേഷ്യം പിടിക്കും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സൗകര്യമുള്ളൊരു സംഗതിയാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടും എന്നാണ് നമ്മൾ അതിൽ നിന്ന് എന്താക്കേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഇനി അതിനേക്കാളൊക്കെ വലിയൊരു സംഗതി എന്താ വെച്ചാൽ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അബ്ദായിക്കൊണ്ടാണ്. മനുഷ്യന് അബ്ദാകണം, ഉബൂദിയത്ത് വേണം. മനുഷ്യൻ എത്ര വലുതായാലും അവനാരാ? അബ്ദാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ പദവി കൊടുത്ത സ്ഥലത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാ പറഞ്ഞത്. ഏറ്റവും വലുതാണല്ലോ പദവി, ഇസ്രാവും മേറാജും. അവിടെ അബ്ദ് എന്ന് പറഞ്ഞു, ഉബൂദിയത്ത്. ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യന് അള്ളാഹുവിനോടുള്ള ഈ ഉബൂദിയത്ത് നഷ്ടപ്പെടുന്ന ഒരു രംഗമാണ് പ്രതിസന്ധിയും പ്രയാസവും. ഞാനെന്തിനാ അങ്ങനെ നിസ്കരിക്കണമൊക്കെ? ഞാൻ നിസ്കരിച്ചിട്ട് എന്താ? ഇതല്ല എൻ്റെ കഥ. അപ്പൊ പ്രതിസന്ധികളും ദുരിതങ്ങളും കൊടുത്തിട്ട് അള്ളാഹുവിന് ഒരു ഇബാദത്ത് ജനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ഇബാദത്തിന്റെ പേരാണ് സബർ എന്നത്. സബർ ഒരു ഇബാദത്താണ്. വസ്തഈനു ബിസ്സബരി അസ്സലാ. സ്വലാത്തിന്റെ മുമ്പ് പറഞ്ഞ ഇബാദത്താണ് എന്ത്? സബർ ഒരു ഇബാദത്താണ്. ആ ഉബൂദിയത്ത് സബർ യഥാർത്ഥത്തിൽ സബറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബറിലൂടെ ഈ ഉബൂദിയത്തിനെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുകയാണ്. അതൊരു വലിയ വിഷയമാണ്. മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയില്ല. സംഭവം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ ആളുകളുടെ കൂടെ ഇരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ മോളെടുത്തുനിന്ന് വരിക. നബിൻ്റെ മോളെടുത്തുനിന്ന് വരിക. എന്താ പ്രശ്നം? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മോളെ വീട്ടിലേക്ക്. എന്താ കാര്യം? ഒന്നുമില്ല, മോൻ മരിക്കാൻ പോവുകയാണ്, ഉപ്പ വരണം, അതാണ് മോളെ ആവശ്യം. സൈനബ മോള് റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി പറഞ്ഞു, സാരല്ല, നീ പോയി അവളോട് സലാം പറയ്. എന്നിട്ട് അവളോട് പറയും ക്ഷമിക്കാൻ. ഇസ്ബിർ വഹ്തസിബ്. ബേജാറാണ്ട. ഇയാൾ പോയി അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ വാപ്പ ഇങ്ങനെ പറഞ്ഞു. വാപ്പ ആരാ? നബിയാണ്. പക്ഷെ മോക്ക് ഇഷ്ടമായില്ല. മോള് പറഞ്ഞു, ഇയാളെ പിന്നെ തിരിച്ചയച്ചു. വാപ്പനോട് പറയും വരുന്ന വേണം ഇവിടെ. വാപ്പ വന്നു. വാപ്പ മാത്രമല്ല, വാപ്പൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്, സഹാബികളൊക്കെ. ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് മുമ്പ് കുറേ ചെന്നപ്പോൾ മോനെ സൈനബ് ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തു. ഉപ്പ ഇങ്ങനെ മടിയിൽ വെച്ചു മോനെ. അപ്പം മോൻ്റെ അവസാനത്തെ ശ്വാസം ഇങ്ങനെ പോകുക. റസൂലുള്ളാഹിൻ്റെ കണ്ണ് നിറഞ്ഞു, കണ്ണുനീരൊഴുകി. അതൊരു വല്ലാത്ത രംഗമാണ്. ഇനി നോക്കിക്കോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറയാം, മരിച്ചുമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് മോളോട് പറയാം, മോളെ
ഫൽനസ്ബിർ വൽനഹ്തസിബ് ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത. മോളെ, നമുക്ക് ക്ഷമിക്കാം. ഇനി അടുത്ത വാചകം എന്താ? സബർ കാണിക്കാം. അടുത്ത വാചകം നഹ്തസിബ്. അതാണ് വിഷയം. നമുക്ക് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാന്റെ ഹദീസ് പോലും പഠിച്ചില്ലേ, മൻ ഖാമ ഈമാനൻ വഹ്തിസാബ്, കൂലി കിട്ടും എന്നാഗ്രഹിക്കാം. അതാണ് നസ്ബിർ വനഹ്തസിബ്. ഈ സബറിലൂടെ നമുക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. അപ്പൊ എന്തിനാ അള്ളാഹു പ്രതിസന്ധി തന്നത്? ഒന്ന്, നമ്മുടെ ഒരു ഉബൂദിയ്യത്തിനെ പരിശോധിക്കാൻ. ഒരു ഇബാദത്ത് അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഏതാ ഇബാദത്ത്? സബറാണ്. ആ സബറിലൂടെ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഹൈ, സൈക്കല്ലാതെ നിവൃത്തിയില്ല ആണോ? അല്ല. പിന്നെ ഇഹ്തിസാബ് വേണം. മാഷാ അല്ലാഹ്, അള്ളാഹ് എനിക്കൊരു അവസരം തന്നൂലേ, എന്നാൽ ഞാൻ എന്തായിരുന്നാലും സബർ കാണിച്ച് ഇതുകൊണ്ട് പ്രതിഫലം നേടും. അതാണ് ഇഹ്തിസാബ്. അതിന് റസൂലുള്ള മോളെ സമാധാനിപ്പിച്ച വാക്കാണ് നമുക്ക് സമാധാനിപ്പിക്കാനുള്ളത്. അതെന്താ? ഇന്ന ലില്ലാഹി മാ അഅത വലഹു മാ അഖദ. ഹെടോ, അള്ളാഹ് നൽകിയതും അള്ളാൻ്റെതാണ്, അള്ളാഹ് എടുത്തതും. സോ നമ്മളെന്തിനാ ബേജാറാണ്? രണ്ടും അള്ളാൻ്റെ. അള്ളാഹ് നമുക്ക് തിന്നണമെങ്കിൽ അതിൻ്റെ അവകാശി ആരാ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അള്ളാൻ്റെതാ. അള്ളാഹു നമ്മളിൽ നിന്ന് തന്ന വല്ലതും തിരിച്ചെടുത്തു നോക്കാം. എന്നാൽ അതും ആരുതാ? എന്തിനാ ബേജാറാണ്? ബേജാറാകേണ്ട പ്രശ്നമല്ല. പക്ഷെ നമുക്കത് എന്തിനാ അള്ളാഹ് തന്നത്? ഫൽനസ്ബിർ വൽ നഹ്തസിബ്. ഫൽനസ്ബിർ വൽ നഹ്തസിബ്, അതിനാണ് അള്ളാഹു തന്നത്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പ്രതിസന്ധി, രോഗം വന്നത് എന്തിനാ? സബർ എന്ന ഇബാദത്ത് ചെയ്യാൻ. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ അതിന് അവസരം തരിക അള്ളാഹു. നമ്മൾ അള്ളാഹിൻ്റെ അബിദാണെന്ന് പൂർത്തിയായിട്ട് കാണിച്ചു കൊടുക്കുക. തീർന്നില്ല. ആ സബർ എന്ന ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? ഇഹ്തിസാബാണ്. അപ്പോൾ ഇഹ്തിസാബിലൂടെ, സബറിലൂടെ അള്ളാഹു നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഇനി നിങ്ങൾക്ക് കേൾക്കണം, ഭയങ്കര രസമുള്ളൊരു സംഗതി. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും രസകരമായത്. അതെന്താ വെച്ചാൽ, സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ പ്രവേശിപ്പിച്ചു. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ടുള്ള ഒരു രംഗം റസൂലുള്ള പറയുകയാണ്, യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ. നല്ല ആരോഗ്യമൊക്കെയുള്ള അഹ്ലുൽ ആഫിയ, നല്ല ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, സമൃദ്ധിയുണ്ട്, ഭയങ്കര സുഖമായി ജീവിച്ച അവരാണ് അഹ്ലുൽ ആഫിയ. ആഫിയത്തിൻ്റെ ആൾക്കാർ ഖിയാമത്ത് നാളിൽ ആഗ്രഹിച്ചു പോകും. എന്താ ആഗ്രഹിക്കണത്? അതാണ് അതിലെ ഏറ്റവും വലിയ രസം. അവരാഗ്രഹിക്കും, ഹീന യുഅ്ത അഹ്ലുൽ ബലാ. ദുനിയാവിലെ അഹ്ലുൽ ബലാ ഉണ്ടല്ലോ, പ്രശ്നവും പ്രതിസന്ധിയും രോഗവും വീർപ്പുമുട്ടലും കടവും ഒക്കെ വന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ, അള്ളാഹു കൊടുക്കുന്നത് കാണുമ്പോൾ, എന്ത്? അസ്സവാബ്, പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോൾ ആഫിയത്ത് കിട്ടിയ ആൾക്കാർ, ദുനിയാവിൽ ആഫിയത്ത് കിട്ടിയ ആൾക്കാർ ആഗ്രഹിച്ചു പോകും, ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിദത് ബിൽ മഖാരീദ്. അവരുടെ തൊലികൾ മുഴുവൻ ഒരു വലിയ കത്രിക കൊണ്ട് മുറിക്കപ്പെട്ടുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നുവെച്ചാൽ എന്താ? അത്രയും വലിയ പ്രതിഫലമാണ് അള്ളാഹു ദുനിയാവിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് സ്വബർ കാണിച്ച് ഇഹ്തിസാബ് ആഗ്രഹിച്ച് ജീവിച്ച ആൾക്കാർക്ക് അള്ളാഹു അവിടെ നൽകാൻ പോണത്. സുബ്ഹാനല്ലാഹ്. അതെവിടെ? സ്വർഗത്തിലാട്ടോ. അഹ്ലുൽ ആഫിയത്ത് സ്വർഗത്തിലുണ്ടാവും. പണക്കാരൊന്നും സ്വർഗത്തിലില്ല നമ്മൾ പറയില്ല, പണക്കാരൊക്കെ സ്വർഗത്തിലുണ്ടാവും. പക്ഷെ അവിടെ വെച്ച് ഈ പ്രതിസന്ധികളിലൂടെ ജീവിച്ച മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്നത് കാണുമ്പോൾ ഈ അഹ്ലുൽ ആഫിയത്ത് ആഗ്രഹിച്ചു പോകാം, പഠിച്ചവനെ ദുനിയാവിൽ വെച്ച് കുറേ പ്രശ്നവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഒരു വലിപ്പം എത്രയാണ്? അതിൻ്റെ വലിപ്പം എത്രയപ്പം? അപ്പോൾ യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ്ട ബേജാറാകാനോ പ്രയാസപ്പെടാനോ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാം, സഹാബിയാണ്. അദ്ദേഹത്തിന് എന്താണ് പ്രതിസന്ധികളുടെ ഒരു എന്തായാലും പറയുക സീരിയലായിരുന്നു.
നിരന്തരം പ്രതിസന്ധി. ഭയങ്കര അത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതം വായിച്ച, ഭയങ്കര അത്ഭുതം. മരണം, കുട്ടികൾ മരിച്ചത്, മരിക്കണ ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു ഭയങ്കര രോഗം വൈദ്യന്മാർ കണ്ടുപിടിച്ചു. ആ രോഗത്തിന് ചെയ്യാനുള്ളത് അയാളുടെ കാല് മുറിക്കല. അന്ന് രാവിലെയാണ് അയാളുടെ ഒരു മോൻ മരിച്ചത്. അന്ന് വൈകുന്നേരം അയാളുടെ കാല് മുറിക്കണം. നമ്മൾ പലതും കേൾക്കുമ്പോൾ നമ്മൾ തോന്നുന്നു എന്താവും, വല്ലാത്തൊരു ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വലുതുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു. ഉർവത്ത് ബിൻ സുബൈറിൻ്റെ കാല് മുറിക്കാൻ പോണ സമയത്ത് മുറിക്കണ വൈദ്യൻ അയാളോട് പറഞ്ഞു, നുസ്ഖീക ശൈഅൻ യുസീലു അഖ്ലക്, കുറച്ച് സമയം ഒരു സഡേഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് തരട്ടെ എന്ന് ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞില്ല, വേദന, കാല് മുറിക്കുമ്പോൾ വേദന അനുഭവപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം, വേണ്ട, അള്ളാഹു എന്നെ ഈ വേദന തന്ന് പരീക്ഷിച്ചത് എന്റെ സബർ എത്ര ഉണ്ട് നോക്കാനല്ലേ. ഈ വേദന അള്ളാഹു എനിക്ക് തന്ന് എന്നെ പരീക്ഷിച്ചത് ഞാൻ സബർ എന്നത് എത്ര ഞാൻ സബർ കാണിക്കുമെന്നുള്ള പരീക്ഷിക്കാനാ. അപ്പൊ നിങ്ങളൊരു സഡേഷൻ മെഡിസിൻസ് എന്ന് എന്നെ മയക്കിയിട്ട് മുറിക്കാൻ തുടങ്ങിയാലോ വേദന അറിയോ? അറിയില്ല. അപ്പൊ എന്റെ സബറിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് ആർക്കറിയില്ല, അള്ളാഹ്ക്കറിയില്ല. അപ്പൊ അള്ളാഹ് അറിയണം, ഞാൻ അറിയണം വേദന. ഇതൊന്നും കഥയല്ല, കഥയല്ല. മോർഫിൻ കുടിക്കാൻ എളുപ്പാ, കുടിക്കണ്ടെന്നല്ല. നമുക്കൊക്കെ വേദന വന്നാൽ നമ്മൾ കുടിക്കേണ്ടി വരും. ആരും കുടിക്കണ്ട, സഡേഷൻ മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കേണ്ട ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ കടുപ്പം എത്രയാ, നമ്മൾ എങ്ങോട്ടാ പോവുക, അതാണ് വിഷയം നമ്മുടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു, ഉർവയുടെ കാല് മുറിച്ചു. കാല് മുറിച്ചിട്ട് ഈ വൈദ്യന്മാർ ഈ കാലിന് മുറിച്ച കഷ്ണം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആ കഷ്ണം അദ്ദേഹത്തിൻ്റെ കാലിങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹിനോട് പറയാം, അമ്മാ വല്ലദി ഹമലിനി അലൈക് ഇന്നഹു ലയഅലം, ഈ രോഗം ഈ കാലിന് നൽകിയ അള്ളാഹു അവനറിയാം, അന്നനി മാ മശൈതു ബിക ഹറാം, അല്ലയോ കാലേ, നിന്നെ ഉപയോഗിച്ച് ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല. ഈ കാലുകൊണ്ട് ഞാൻ മാ മശൈതു ബിക ഇലാ ഹറാം, ഒരു ഹറാമിലേക്കും ഞാൻ നടന്നിട്ടില്ല. വലാ ഇലാ മഅസിയ, ഒരു പാപം ചെയ്യാൻ ഈ കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല. വലാ ഇലാ മാ ലാ യർദാ അല്ലാഹ്, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു കാര്യം ചെയ്യാനും ഞാൻ ഈ കാലുകൊണ്ട് പോയിട്ടില്ല. പിന്നെ അള്ളാഹു എനിക്ക് എന്തിനു തന്നതാ? അള്ളാഹു എൻ്റെ സബർ എത്രയാണ് എന്ന് കാണിക്കാൻ വേണ്ടി. നമ്മൾ വിചാരിക്കേണ്ടതും നമ്മൾ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ട ജീവിതത്തിൻ്റെ സന്ദേശം ഇതാണ്. അള്ളാഹുവിൻ്റെ ഖദർ എന്ന് പറയുന്നത് മനുഷ്യന് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഈമാനും ഇസ്ലാമും ഒന്നും ഉണ്ടാകണ്ട അത് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ വിചാരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പം ഈ പറഞ്ഞതൊന്നും ഈമാനും ഇസ്ലാമൊന്നും വേണ്ട ഇത് ആളുകൾക്ക് എത്തിക്കാൻ. ജീവിതം അങ്ങനെയായി, ജീവിതത്തിൻ്റെ രൂപം അങ്ങനെയായി. പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കണ ഓരോ വാർത്ത ആലോചിച്ച് നോക്കി. 2 ആഴ്ച മുമ്പ് ഞാൻ വായിച്ചു, മട്ടന്നൂർ ഭയങ്കരമായ മഴ പെയ്ത ഒരു ദിവസം ഒരു ദമ്പതികൾ സ്കൂട്ടറിൽ പോവുക. സ്കൂട്ടറിൽ പോകുമ്പം കാറ്റടിച്ച് ഒരു മരം അവരുടെ മേൽ വീണ് 2 ആളും ഒന്നിച്ച് മരിച്ചു. ആർക്കെയും തടയാൻ പറ്റും? എത്ര കൃത്യമെന്ന് ആലോചിച്ച് നോക്കിയേ. മഴ ഇല്ലാത്ത സമയം മഴ പെയ്ത് ഭയങ്കരമായി കാറ്റടിച്ചു. ആ സമയത്ത് ഇവർ റോഡിൽ സ്കൂട്ടർ എടുത്ത് പോകണം. എന്നിട്ട് മഴ പെയ്യണം, കാറ്റടിക്കണം, കാറ്റടിച്ച് ഈ മരം ആടണം, മരം വീഴണം. വീഴുന്ന സമയത്തേക്ക് സ്കൂട്ടർ ഇതിൻ്റെ നേരെ താഴേക്ക് കൃത്യമായിട്ട് എത്തണം. അപ്പോൾ അത് വീണു, അവർ മരിച്ചു. ആർക്കെയും തടയാൻ പറ്റും? ഇതിനൊന്നും വിശ്വാസമൊന്നും വേണ്ട. ഇതിനെയാണ് വിധി എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധിയാണത്. ആ വിധിയെ തടുക്കാൻ ആർക്കും പറ്റൂല. ആ വിധിയെക്കുറിച്ച് അസ്വസ്ഥരായിട്ടോ ബേജാറായിട്ടോ കാര്യമില്ല, അതിനെക്കുറിച്ച് അക്ഷമരായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മനുഷ്യരോട്, ഇന്നക ഇൻ സബർത ജറത് അലൈക്കൽ മഖാദീർ വഅൻത മഅജൂർ. വിധികൾ ഉണ്ടാകുമ്പോൾ
ആ വിധിയുടെ വിഷയത്തിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് കൂലി കിട്ടും. വഇൻ ജസഅത ജറത് അലൈക്കൽ മഖാദീർ വഅൻത മഅ്സൂർ. അസ്വസ്ഥനായാലോ, നീ ബേജാറായാലോ, അക്ഷമനായാലോ, എന്നാലും വിധി നടക്കും. അക്ഷമനായി എന്നതിന് നിനക്ക് എന്ത് കിട്ടും? കുറ്റവും കിട്ടും. അപ്പൊ ഏതാ വേണ്ടത്? നമ്മളെ കയ്യിലല്ല ഇത്, നമ്മളെ കയ്യിലല്ല ഇത്. നിങ്ങൾ അള്ളാനെ കുറ്റം പറയണ്ട. നമ്മളെ കയ്യിലല്ലാത്ത എന്തൊക്കെ നടക്കുന്നുണ്ട്. അള്ളാഹ് അവിടെ നിൽക്കട്ടെ, ദുനിയാവിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കയ്യിലല്ലല്ലോ. അത് മുതലാളിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ അവരെ കയ്യിൽ, ഇവരെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ സംഗതി നടക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ അക്ഷമരായിട്ട് കാര്യമല്ല. അതൊക്കെ നമ്മൾ ക്ഷമിക്കല്ലേ, സഹിക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അതാണ്. അള്ളാഹുവിടെ പരീക്ഷണം തരത്തില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു വിഷയമാണ് നമുക്ക് ആളുകൾക്ക് എത്തിക്കാനുള്ളത്. അതുകൊണ്ട് ആരും അങ്കലാപ്പാകരുത്, ബേജാറാകരുത്, അസ്വസ്ഥമാകരുത്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും വരും, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, നമ്മൾ മുഅ്മിനീങ്ങളായി അതുവരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ സന്തോഷമാണ്, സന്തോഷവാർത്തയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇദാ മരിദൽ അബ്ദു ഔ സാഫറ. ഒരു അടിമ രോഗിയായി, നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരു അടിമയാണ് രോഗിയായി. ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. ആ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ അത് പറഞ്ഞു. ഒരുപാട് ആൾ പറഞ്ഞു വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ സന്തോഷ വാർത്ത, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ കുതിബത് ലഹു മിസ്ല മാ കാന യഅമലു സഹീഹൻ മുഖി. അല്ലെങ്കിൽ യാത്രയിൽ സാധാരണ ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹു അവൻ ആരോഗ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അപ്പോൾ അതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം അവന് നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിന് അള്ളാഹുവിൻ്റെ ഖളാഇൽ നമ്മൾ എന്താക്കണം? തൃപ്തിപ്പെടണം. ഇതൊക്കെ അള്ളാഹു തന്ന ഒരവസരമാണ് എന്ന് വിചാരിച്ച് തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അതാണ് നാം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ക്ഷമയും സഹനവും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ഈ രൂപത്തിലുള്ള ആശ്വാസവും സമാധാനവും ഇങ്ങനെയുള്ള ചിന്തയും നൽകുമാറാകട്ടെ. നമ്മളും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഈ രൂപത്തിൽ ചിന്തിക്കാവുന്ന ഉന്നതമായ വിശ്വാസവും ഈമാനും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.